വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഡ് ചിക്കനാണ്. കളിമണ്ണ് ഉപയോഗിച്ച് ചിക്കൻ ചുട്ടെടുക്കുന്നതാണ് മഡ് ചിക്കൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കുക. അതിൻ്റെ ഉള്ളിലും പുറമൊക്കെ നല്ലോണം കഴുകുക. നമ്മൾ ചിക്കൻ വാങ്ങുന്നേരം അവരോട് പറഞ്ഞു ഞങ്ങൾ മഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അന്നേരം അവർ അവിടെ നിന്ന് തന്നെ ലൈനൊക്കെ ഇട്ട് തന്നതാണ്. അതിൻ്റെ കോഴിൻ്റെ പുറമേയുള്ള കൊഴുപ്പൊക്കെ എടുത്ത് മാറ്റുക. നമ്മൾ ലൈൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്ന മസാല അതിന് നല്ലോണം പിടിക്കാനും ഉള്ളോട്ട് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. കഴുകി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചിക്കനിൽ തേക്കാനുള്ള മസാല ഉണ്ടാക്കലാണ്. അപ്പോൾ അതായത് മുളക് പൊടി ആവശ്യത്തിന്, അതായത് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരച്ച് വെച്ചത്, ചെറുനാരങ്ങ നീര്, കുറച്ച് വെളിച്ചെണ്ണ. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുക. ചിക്കൻ്റെ മുകളിൽ തേക്കുന്നതിന് ശേഷം കൂടുതൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ചിക്കൻ്റെ മുകളിൽ ആദ്യം നമ്മൾ ലൈനിട്ട് വെച്ചിരുന്നു, എന്നാലും ഒന്നുകൂടെ ലൈനിട്ട് നമ്മൾ ചേർത്ത് വെക്കുന്ന മസാല ചിക്കൻ്റെ മേൽ അപ്ലൈ ചെയ്യാം. ആ വിടവിലൊക്കെ നന്നായിട്ട് മസാല ചേർക്കണം. നമ്മൾ മസാല ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല ചേർക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ചിക്കൻ്റെ ഉൾഭാഗത്തും നമ്മൾ ചേർത്തിരിക്കുന്ന മസാല നന്നായിട്ട് അപ്ലൈ ചെയ്യുക. മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു വാഴയിലെടുത്ത് നന്നായിട്ട് കവർ ചെയ്യുക. 1 or 2 വാഴയിലോട് പൊതിയുന്നതായിരിക്കും നന്നാവുക. കാരണം നല്ല ചൂട് വരുന്നതാണ്. അതുകൊണ്ട് 2 വാഴയില കൊണ്ട് പൊതിയുക. എന്നിട്ട് അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ കവർ ചെയ്യാം. അലൂമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നമ്മളിപ്പോൾ വാഴയിലെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായി പൊതിഞ്ഞെടുക്കാം. ഇത് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഏകദേശം 2-3 ലെയർ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നത് നന്നായിരിക്കും.
ഇതിൻ്റെ മുകളിൽ കളിമണ്ണ് അപ്ലൈ ചെയ്യാം. ഇപ്പം നമ്മൾ മഡ് ചിക്കൻ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലോണം തീ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മരക്കഷ്ണങ്ങളും ചുള്ളിക്കമ്പൊക്കെ കൂട്ടിയിട്ട് തീ ഉണ്ടാക്കാം. അത്യാവശ്യം നല്ലോണം തീ കത്തണം. എന്നിട്ട് നമ്മളെ ചിക്കൻ അതിലേക്ക് വെക്കുക. വെച്ചിട്ട് അതിൻ്റെ മുകളിലും മരക്കഷ്ണങ്ങളും ചുള്ളിക്കമ്പുകളും ഒക്കെ വെച്ചിട്ട് നന്നായി തീ കത്തിച്ചെടുക്കുക. ഏകദേശം ഒരു 2 മണിക്കൂറില്ലേ 1.5 മണിക്കൂറോളം നമ്മുടെ ചിക്കൻ വേകണം. ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് പുറമേക്ക് എടുത്തു നോക്കാം. അതിൻ്റെ മുകളിലുള്ള കളിമണ്ണൊക്കെ തട്ടി മാറ്റുക. നല്ല ചൂടാണ്. നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടാ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടാതെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.